സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അജു നന്ദുവിനെ അവൻ്റെ ശരീരത്തിലേക്ക് ഒന്നും കൂടെ അമർത്തി. നന്ദൊന്ന് കുതറി. അടങ്ങി കിടക്കടി പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ പൊക്കോടി, എന്ത് ജോലിക്ക് വേണമെങ്കിലും പോക്കോ, എവിടെ പോയാലും ഈ ഉള്ളവനെ മറക്കാതിരുന്നാൽ മതി, എനിക്ക് നീയല്ലേ ഉള്ളൂ. അജു അവളുടെ വീർത്ത കവളിൽ കുത്തിക്കൊണ്ട് പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. എൻ്റെ അജൂട്ടാ, നീ വല്ലാതെ പഞ്ചാര കുഞ്ചാകുന്നുണ്ടെന്നൊരു സംശയം. ഞാൻ കേട്ടെന്ന അർജുൻ പ്രതാപ് ഒരു ഭീകരനാണ്, പക്ഷേ ഇതൊരുമാതിരി റൊമാൻറ്റിക് ഹീറോ പോലെ. അവൻ്റെ മൂക്കിൽ അവളുടെ മൂക്ക് കൊണ്ട് ഉരസിക്കൊണ്ട് പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു. ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അജുവാണ്, നിനക്ക് വേണ്ടി മാത്രം ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ച മറ്റൊരു മുഖം. അജു ഒരു ചിരിയോടെ അങ്ങനെ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവൻക്ക് മുകളിൽ കിടന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അജുവിൻ്റെ അസുഖം മാറുമെന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓർമ്മകൾ വരുമ്പോൾ പഴയ അർജുനാകുമ്പോൾ എന്നെ മറന്നാലെന്ന് കരുതി, എന്നെ അറിയില്ലെന്ന് കരുതി. പക്ഷേ ഓർമ്മകൾ തിരികെ വന്ന ആ നിമിഷം മുതൽ ഈ നേരം വരെ എന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. ഒരു നിമിഷം പോലും എന്നെ ഒന്ന് അകത്തി നിർത്തിയിട്ടില്ല. നോട്ടം കൊണ്ട് പോലും ഭർത്താവിൻ്റെ അധികാരമൊക്കെ കാണിച്ച് കൂടെ നിന്നിട്ടേ ഉള്ളൂ. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. കൂടുതൽ ചോദിച്ച് നീ കാര്യങ്ങൾക്ക് നിൽക്കണ്ട. അവളുടെ ഉള്ളിലെ സംശയങ്ങൾക്ക് അവൻ ആ ഒരൊറ്റ മറുപടിയിൽ ഉത്തരം കൊടുത്തു. അതിൽ കൂടുതലൊന്നും അവൻ പറയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ആ സമയം തന്നെ അജുവിൻ്റെ ഫോൺ റിങ് ചെയ്തതും നന്ദവൻ്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. ഏട്ടനാണ്. അതും പറഞ്ഞുകൊണ്ട് അവൾ അജുവിന് ഫോൺ കൊടുത്ത ശേഷം അവൻ്റെ അടുത്ത് ചെരിഞ്ഞ് കിടന്നു. അജു ജിത്തുവിനോട് സംസാരിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. കുത്തിവെച്ച ലാപ്പ് ഓണാക്കി ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ അതിന് മുന്നിൽ ചേരലിരുന്നു. നീ മെയിലേക്ക്, ഞാൻ നോക്കട്ടെ. ഓരോന്നും സംസാരിച്ചുകൊണ്ട് അവൻ ഫോൺ അവിടെ വെച്ച് ലാപ്പിൽ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ചെരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു ബെഡിൽ കിടന്നുറങ്ങുന്ന നന്ദിയെ. അവനൊരു ചിരിയോട് അവൻ്റെ വർക്കുകൾ ചെയ്തു തുടങ്ങി. നന്ദു ഉറക്കമെന്ന് ബെഡിൽ നിന്നും എണീറ്റ് മുന്നിലേക്ക് നോക്കുമ്പോഴും അജു ലാപ്പിൽ കാര്യമായി എന്തൊക്കെ ചെയ്യുകയാണ്. അവളവനൊന്ന് നോക്കിക്കൊണ്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോഴും അജു ആ ഇരുത്തം ഇരിക്കുന്നുണ്ട്. ഇതുവരെ കഴിഞ്ഞില്ലേ? അവളവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവൻ്റെ പിന്നിൽ വന്ന് നിന്ന് അവൻ്റെ ഷോൾഡറിൽ താടി കുത്തി ലാപ്പിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. വാ, അത് തന്നെ, അങ്ങനെ ചെയ്യേ. അവൾ ചോദിച്ചതിന് മറുപടി പറയാതെ അവളുടെ രണ്ട് കൈയും തലയിൽ വെപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നന്ദൊരു ചിരിയോടെ കുറച്ച് സമയം അവൻക്ക് പിന്നിൽ നിന്ന് അവൻ്റെ തലയിൽ മസാജ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി മതി, ഞാൻ താഴേക്ക് പോകാം, കുറച്ച് പണിയുണ്ട്. അവൻ ലാപ്പിലേക്ക് നോക്കിയിരുന്നത് കൊണ്ട് തന്നെ അത് പറയുമ്പോഴത്തെ അവളുടെ വെടക്ക് ചിരി അവൻ കണ്ടില്ല. അജു തലയാട്ടി കൊടുത്തതും അവൾ വാതിൽ തുറന്ന് താഴേക്ക് നടന്നു. അവളുടെ കണ്ണുകൾ ആദ്യം പോയത് ഡൈനിങ് ടേബിളിൽ ഉച്ചയ്ക്ക് വെച്ച് പോയ പാത്രങ്ങൾ ഉണ്ടോ എന്നാണ്. ഉണ്ട്. ഇന്നിപ്പോൾ ബാൻചേച്ചി ഇല്ലാത്തത് കൊണ്ടും ആരും വൈകിട്ട് അടുക്കളയിൽ കയറില്ല. ചായക്ക് കടിക്കാൻ ആരെങ്കിലും വരുമ്പോൾ പുറത്തുനിന്ന് വാങ്ങി വരും, അതാണ് പതിവ്. നന്ദൊരു ചിരിയോടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടുന്ന് തിരികെ നടന്നു. അങ്ങോട്ട് പോയി നോക്കിയാൽ മാത്രമേ അതവിടെ ഇരിക്കുന്നത് കാണൂ, അല്ലാതെ കാണില്ല. അടുക്കളയിലേക്ക് പോകുമ്പോഴും കാണാം. നന്ദൊരു ചിരിയോടെ അടുക്കളയിലേക്ക് പോയി കുറച്ച് വെള്ളം കുടിച്ച ശേഷം സെറ്റിയിൽ വന്നിരുന്ന് TV വെച്ച് കാണാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്ന ജാനുവും അവൾക്കൊപ്പം ഇരുന്നു. സേതമ്മ അടുക്കളയിലേക്ക് പോകുമ്പോൾ പാത്രം ഇരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ നെറ്റി ചുഴിഞ്ഞു. വെച്ചുകൊണ്ടിരുന്ന പ്ലേറ്റുകളല്ലേ ഈച്ചയ്ക്ക് വന്ന് പൊതിഞ്ഞിട്ടുണ്ട്. സേതമ്മ ദേഷ്യത്തിൽ നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു. നന്ദു, അതവിടെ ഇരുന്നോട്ടെ, അത് കഴുകാനോ വൃത്തിയാക്കാനോ കൊണ്ടുപോയി വെക്കാനോ നോക്കണ്ട. ഇന്നത്തോടെ അവിടെ ആ സ്വഭാവം ഞാൻ നിർത്തും. സേതമ്മ ചെല്ല്. TV-യിൽ നിന്ന് കണ്ണെടുക്കാതെ ഗൗരവത്തിൽ നന്ദു പറയുമ്പോൾ സേതമ്മ വന്ന പോലെ തിരികെ പോയി. ഭാവം, അതങ്ങനെ ഒന്ന്. സേതമ്മ പോയതും അവൾ മുഖം ചെരിഞ്ഞ് സേതമ്മയൊന്ന് നോക്കി. നന്ദുവിനെ നോക്കിയിരിക്കുന്ന ജാനുവിനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിയവൾ. ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞില്ലെങ്കിൽ സേതമ്മ എന്നെ കൊണ്ടത് കഴുകിപ്പിക്കും, അതുകൊണ്ട് കുറച്ച് കാലിപ്പിട്ടത്. നന്ദൊരു ചിരിയോടെ പറയുമ്പോൾ ജാനുവും ചിരിച്ചു. TV ഓഫാക്കി രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി. വൈകുന്നേരമായാൽ ജാനു കുറച്ച് നേരം നടക്കും, അത് പതിവാണ്. നിന്റെ അജു എങ്ങനെയുണ്ട്? നടത്തത്തിനിടയിൽ ജാനു നന്ദുവിനോട് ചോദിക്കുമ്പോൾ അവൾ മനസ്സിലാവാതെ ജാനുവിനെ നോക്കി. ഇപ്പം നിന്റെ ഒപ്പം ഉള്ളത് പുതിയ അർജുനല്ലേ, നിന്റെ പഴയ അജുവിനെ പോലെ അല്ലല്ലോ എന്ന്. അങ്ങനെ അല്ലല്ല, എൻ്റെ പഴയ അജുവിൻ്റെ ഒന്നുമില്ല. നോട്ടവും ഭാവവും ചിരിയും സംസാരവും ഒന്നുമില്ല. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് സങ്കടമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല, ചിരിയായിരുന്നു. ഈ അജുവിനെയും അവൾക്ക് പറ്റുമെന്നുള്ള ചിരി, മനോഹരമായ ചിരി. ഇവനാണ് ശരിക്കുള്ള അവളുടെ പാതി. അവർ ഓരോന്ന് സംസാരിച്ച് നടക്കുമ്പോഴാണ് ജിത്തുവിൻ്റെ വരവ്. എന്താണ്, നിനക്ക് നടക്കാനായോ? ഒരു കള്ളച്ചിരിയോടെ നന്ദുവിനെ നോക്കി ജിത്ത് ചോദിക്കുമ്പോൾ ആഗ്രഹം ഉണ്ടേട്ടാ, ചേക്കൻ മുൻകൈ എടുക്കുന്നില്ലെന്ന് പറയാൻ അവളുടെ നാവ് ധരിച്ചു. പക്ഷെ ഒന്നും മിണ്ടിയില്ല, വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു. ജിത്തുവിന് പിന്നാലെ മുത്തശ്ശനും മക്കളൊക്കെ വന്നു. അവരെല്ലാം വന്നതും ജാനുവും നന്ദുവും അകത്തേക്ക് കയറി. എല്ലാവരും ഫ്രഷായി വന്നപ്പോൾ സേതമ്മ എല്ലാവർക്കും ഹാളിലേക്ക് ചായ എടുത്ത് കൊടുത്തു. സേതമ്മേ, ഈ ടേബിളിൽ ഇരിക്കുന്ന പ്ലേറ്റൊക്കെ ആരുടെയാണ്?
കഴിച്ചു കഴിഞ്ഞ് എടുത്തുകൊണ്ടുപോയി കഴുകി വെക്കാനുള്ള ബോധമല്ലാത്ത ആരാ ഇവിടെ? ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് ഇത്തിരി ഉറക്കെ നന്ദ് വിളിച്ച് ചോദിക്കുമ്പോൾ സെറ്റിയിൽ മുത്തശ്ശിൻ്റെ അടുത്തിരിക്കുന്ന മക്കളും മരുമക്കളും പരസ്പരം നോക്കി. സേതുമ്പ ദയനീയമായി നന്ദുവിനെ നോക്കി. എന്താണ് അവളുടെ മനസ്സിലെന്നുള്ളത് സേതുമ്പക്ക് മനസ്സിലായി. ഓ, ഈ പെണ്ണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കും. നന്ദു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് വന്നു. സേതുമ്പ അവളൊന്ന് ദയനീയമായി നോക്കി. ഇതിൻ്റെ ആവശ്യമുണ്ടോന്ന രീതിയിൽ. അതൊക്കെ ആരുടെ പ്ലേറ്റാണ്? അതെൻ്റെയും പാർവതിയുടെയും പ്ലേറ്റ് ആവും, കൂടുതൽ അമ്മയുടെയും. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മക്ക് പെടുന്നൊരു ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായത്. കഴിപ്പൊക്കെ നിർത്തി ഞങ്ങൾ രണ്ടാളും അമ്മയെ താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ടുപോയി. അമ്മ പിന്നെ ഞങ്ങളൊന്നും അടുത്തൊന്നും മാറാൻ സമ്മതിച്ചിട്ടില്ല. അതിനിടയിൽ പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് പോകുന്നത് മറന്നു. പക്ഷേ ഞങ്ങൾ അമ്മയെ കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ സേത അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ പാത്രം അതെടുത്ത് കഴുകി വെക്കാനുള്ള മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ. അത്രയും പറഞ്ഞുകൊണ്ട് പത്മാവതി എഴുന്നേറ്റ് ടേബിളിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. ആരും ഒന്നും പറയുന്നില്ല. പത്മാവതി പറഞ്ഞത് വിശ്വസിച്ച പോലെ ദത്തനും സൂര്യനുമൊക്കെ രാവണിയുടെ അടുത്ത് വന്നിരുന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു പറയുന്നൊക്കെ ഉണ്ട്. ദത്തൻ രാവണിയോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സേതുവിനൊന്ന് നോക്കി. അയാളുടെ ആ നോട്ടത്തിൽ സേതുവിൻ്റെ മുഖം താഴുന്നതും സങ്കടം നിറയുന്നതും നന്ദു കണ്ടു. ഒന്നും കണ്ടറിഞ്ഞ് ചെയ്യാൻ നീ ഇതുവരെ പഠിച്ചില്ലേ സേതു? ഇതൊക്കെ ഇനി എന്നാ? ദത്തിനിതിരി ദേഷ്യത്തിൽ സേതുമ്മക്ക് നേരെ പറയുമ്പോൾ തലതായി നിന്ന സേതുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര കണ്ടറിഞ്ഞ് ചെയ്താലും പറയുന്നത് അത് മാത്രമാണ്, ഒന്നും അറിയില്ലെന്ന്, ഒന്നും പഠിച്ചിട്ടില്ലെന്ന്. സാരല്ല ദത്ത, അവൾ ശ്രദ്ധിച്ച് കാണില്ല. അവൾക്കല്ലെങ്കിൽ ഇപ്പൊ അമ്മയെ നോക്കാനൊന്നും സമയമില്ല. രണ്ട് മരുമകളെയും നോക്കുന്ന തിരക്കില്ലല്ലേ. അതിനമ്മക്ക് പരാതി ഒന്നുമില്ല. എനിക്ക് എൻ്റെ പാറവും പത്നിയുണ്ട്. എൻ്റെ രണ്ട് കൈകളാണ് അവര്. രാവണി ദത്തനെ നോക്കി പറയുമ്പോൾ അവർ തമ്മിലുള്ള വഴക്ക് കുറക്കുവാണോ അതോ കൂട്ടുവാണോ എന്ന് നന്ദുവിന് സംശയം തോന്നി. ഓരോരോ ജന്മങ്ങള്. നന്ദ, മുകളിൽ നിന്നുള്ള അലർച്ച വന്നതും നന്ദു വിജയശ്രീയിലിരിക്കുന്ന രാവണിയിൽ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. നന്ദ! വീണ്ടും ആ ശബ്ദം. നന്ദ് കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് മുകളിലേക്ക് ഓടിക്കേറി. അജുവിന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും രാവണിയും പത്മയും പരസ്പരം നോക്കി. ഉള്ളിലുണ്ടായിരുന്ന സംശയങ്ങൾ കൂടുന്ന പോലെ അവരുടെ ഉള്ളിൽ ഒരു പേടി ഉണർന്നു. കുറച്ചു കാലമായി അവരിൽ നിന്ന് മന്യമായിരുന്ന പേടി. നന്ദുവിന്റെ പഴയ അജുവൾ ഉറക്കുകയാണെങ്കിലും നന്ദ എന്ന് വിളിക്കുന്നതിൽ ദേഷ്യമോ ഗൗരവമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വിളിച്ച ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അർജുൻ പ്രതാപമ്മയുടെ ദേഷ്യവും ഗൗരവവും മാത്രമായിരുന്നു. നന്ദ് കിതച്ചുകൊണ്ട് മുകളിലെത്തിയതും മുന്നോട്ട് പോകാനാവാതെ അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയ പോലെ നിന്നുപോയി. കൈകൾ നെഞ്ചത്ത് പിടിച്ചു കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന അർജുനെ കണ്ടതും അവളൊന്ന് പകച്ചു. അവൻ താഴെ നടന്നതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അജി കൈകൾ അയച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് നടന്നു വന്നു. അവൾക്കടുത്തെത്തിയതും അവളുടെ രണ്ട് കവിളിലും കുത്തിപ്പിടിച്ചുകൊണ്ട് ചുമരോട് ചേർത്ത് അവളുടെ ശരീരത്തിലേക്ക് അവനമർന്നു. നിന്നോട് ഞാൻ എന്താടി പുള്ളിയെ പറഞ്ഞത്? അവരോട് വഴക്കിന് പോകരുതെന്ന് പറഞ്ഞോ? അവരായി നിന്റെ അടുത്തേക്ക് വരാതപ്പോൾ നീയായിട്ട് എന്തിനാ ഓരോന്നുണ്ടാക്കുന്നത്? അത് നിന്നേക്കാൾ ബാധിക്കുന്നത് മറ്റുള്ളവർക്കാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം മറഞ്ഞുകൊണ്ട് അവർക്ക് ഇട്ടുകൊടുക്കുന്നത്? മറ്റുള്ളവർക്ക് മുന്നിൽ അവരൊക്കെ നന്മയുടെ പ്രതിരൂപങ്ങളാണ്. നീ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാൻ നിൽക്കണം നന്ദ. അത് നിനക്ക് നല്ലതിനാവില്ല. ദേഷ്യത്തിൽ തന്നെ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. കവളിൽ കുത്തിപ്പിടിച്ചത് വേദനിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് അജു അവളുടെ കവളിൽ നിന്നും കൈയെടുത്തു. ചുവന്ന് തുടുത്ത് കിടക്കുന്ന അവളുടെ കവളിലെ പാടിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ നെറ്റിയൊന്ന് തടവി. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അവളുടെ റൂമിലേക്ക് കയറി വാതിലടച്ച് അവളെ വരിഞ്ഞു മുറുക്കി. നന്ദുവിൻ്റെ കൈകൾ അവനെ വരിഞ്ഞു മുറുക്കിയില്ല. അവനെ തിരികെ പുണരാൻ അവളുടെ കൈകൾ അനങ്ങിയത് പോലുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അജു ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചവളെ. അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാ. എനിക്ക് ദേഷ്യം വന്നാൽ അതൊരിക്കലും നിനക്ക് നല്ലതിനാവില്ല. കഴിവിൻ്റെ പരമാവധി ഞാനത് കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനൊക്കെ കാരണം നീയല്ലേ. നീ മിണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് നീ ഇങ്ങനൊരു സാഹചര്യത്തെ കൊണ്ടെത്തിച്ചു. എല്ലാവർക്കും മുന്നിലും അവരും നല്ലവരായി, സേതും ആരായി. അത് നിനക്കും എനിക്കും ഒരു വേദനയായില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, സ്മാർട്ട് ആവാം. പക്ഷേ നീ ഇപ്പോൾ കാണിക്കുന്നത് ഓവർ സ്മാർട്ടാണ്. അത് നല്ലതല്ല. അജു അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്നും അകത്തി. വീർത്തവളുടെ മുഖം അവൻ കയ്യിൽ കോരിയെടുത്തു. നീയായിട്ട് ഒന്നിനും പോകരുത്. പോകില്ല. പോയാ ഈ അജുവിനാവില്ല. ഇനി നീ കാണാം എന്ന് കരുതി അവരായിട്ട് വല്ല പ്രശ്നത്തിനും വരുവാണെങ്കിൽ നീ അവരെ എന്ത് ചെയ്താലും ഞാനും കൂടെ ഉണ്ടാകും. തള്ളാനായാലും കൊല്ലാനായാലും ആ ഒരു ഉറപ്പ് ഞാൻ തരാം. പോരെ? അജവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചിരിയോടെ പറയുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല. കയറ്റിപ്പിടിച്ച മുഖം ഒന്നുകൂടെ വീർപ്പിച്ചു. കുട്ടിക്ക് ഓവർ സ്മാർട്ടാണെന്ന് പറഞ്ഞില്ലേ, അത് പിടിച്ചില്ല. അതുകൊണ്ടാണ്. മനസ്സിലായി. ഞാനായിട്ട് ഇനി ഒന്നിനും പോകില്ല. പക്ഷേ അവരായിട്ട് എന്തിനെങ്കിലും വന്നാൽ ഞാൻ തന്നെ ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. അന്ന് ഇതുപോലെ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഉപദേശിക്കണ്ട. ഇതുപോലെ കണ്ണു നിറച്ച് കേട്ട് നിന്നത് വരില്ല.
അജുവിൽ നിന്നും കുറച്ച് മാറി നിന്ന് ഗൗരവത്തിൽ പറയുമ്പോൾ അജു ഒരു ചിരിയോടെ തലയാട്ടി. ഇങ്ങനൊരു പെണ്ണ്. നന്ദു പിന്നെ അവിടെ നിന്നില്ല. താഴേക്ക് തന്നെ പോയി അജു അവളെ നോക്കിക്കൊണ്ട് അവൾക്ക് പിന്നാലെ ഇറങ്ങി. ഹാളിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർവതിയെയും പത്മാവതിയെയും രാവണിയൊന്നും നോക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. സേതുമയെ കാണണം, അത് മാത്രമാണ് അവളുടെ മനസ്സിൽ. ചക്കിരി വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇതിപ്പോ നേരിട്ട് കണ്ടു. നന്ദു അടുക്കളയിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്ന് രാവണിയുടെ തമാശ കേട്ടു. തിരിഞ്ഞു നോക്കാൻ പോലും പോയില്ല. ഇനി അവർക്കെതിരെ തിരിയുമ്പോൾ ഇതുപോലെ ഓഞ്ഞ കാരണങ്ങളൊന്നും പാടില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. നിങ്ങളെൻ്റെ കൈ കിട്ടും, ഇന്നത്തെയും കൂടെ ചേർത്ത് അന്ന് ഞാൻ തരും. അടുക്കളയിലേക്ക് പോകുമ്പോൾ അവൾ മനസ്സിൽ ചിന്തിച്ചു. 3 പേരും അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നോക്കിയത് അജുവിൻ്റെ മുഖത്തേക്കാണ്. കണ്ണുകൾ കുറുക്കി നെഞ്ചത്ത് കൈവച്ച് അവരെ 3 പേരെയും മാറി മാറി നോക്കുന്ന അവനെ കണ്ടതും അവരുടെ ചിരി വന്നു. അജു വാടാ. ജിത്തു വിളിച്ചതും അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ജിത്തുവിൻ്റെ ഒപ്പം അപ്പുറത്തേക്ക് നടന്നു. അവൻ പോയതും 3 പേരും പരസ്പരം നോക്കി. അമ്മ പറഞ്ഞത് സത്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ പഴയ പോലെ ആയെന്ന് തോന്നുന്നു. ആ പെണ്ണ് തള്ള മരിച്ചു കഴിഞ്ഞ് അവിടുന്ന് വന്നത് പിന്നെ അവന് ഭയങ്കര സൈലൻ്റാണ്, ഒന്നും മിണ്ടുന്നില്ല. എപ്പോഴും ഗൗരവം. അവളുടെ സാരിയും പിടിച്ച് നടന്നതിന് ചെക്കനാണ്. ഇപ്പം അങ്ങനെയല്ല. പാർവതി എന്തൊക്കെയോ ആലോചിച്ച് പറയുമ്പോൾ പത്മയുടെ മനസ്സിലും അത് തന്നെയായി. വയ്യാത്ത അജുവാണെങ്കിൽ അവൻ്റെ കണ്ണുകളിൽ അവരെ കാണുമ്പോൾ ഭയം തെറിയും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നേരത്തിൽ തന്നെ അനങ്ങാതെ നിൽക്കും. മിണ്ടില്ല, നോക്കില്ല. അങ്ങനെ ആയിരുന്നവനാണ് ഇന്ന് തീ നോക്കുന്ന പോലെ നോക്കിയിട്ട് പോയത്. പണ്ടവൻ്റെ മുന്നിൽ നിന്നിരുന്ന അതേ ഭാവം അവിടെ മുഖത്ത് നിറഞ്ഞു. അവൻ്റെ ഭ്രാന്ത് മാറിയിട്ടുണ്ടെങ്കിൽ അതെന്തിനാ ഒളിപ്പിക്കുന്നത്? അതിനാരാണ് ഒളിപ്പിക്കുന്നത്? അവനും അവളുമായിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളായിട്ട് ചോദിച്ചിട്ടുമില്ല. അവൻ്റെ പെരുമാറ്റത്തിൽ തന്നെ അത് മനസ്സിലാവുമല്ലോ. ഇപ്പം തന്നെ ജിത്ത് അവനെ വിളിച്ചത് ശ്രദ്ധിച്ചോ? പണ്ട് വിളിച്ചിരുന്ന ടോണ് ഇങ്ങനെയായിരുന്നില്ല അവൻ വിളിച്ചിരുന്നത്. കുട്ടികളെ വിളിക്കുന്ന പോലെയാണ് അവൻ വിളിച്ചിരുന്നത്. അതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവൻ മാറിയത് അവനും അറിഞ്ഞിട്ടില്ലെന്നേ. പത്മാവതി പറയുമ്പോൾ ആ ചിന്തകൾ തന്നെയായിരുന്നു അവിടെ മനസ്സിലും. രാവണിയും തലകുലുക്കി. ഓർമ്മകൾ വന്നാൽ അവൻ തീർച്ചയായും ആ പെണ്ണാരാണെന്ന് ചോദിക്കില്ലേ? ഇതുപോലൊരു ഭാര്യയെ അവൻ അംഗീകരിക്കോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാവണിക്ക് തലവരുത്തു. മറ്റു 2 പേരുടെയും അവസ്ഥയും അതുപോലെ തന്നെയാണ്. അവരൊന്നും മിണ്ടാതെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നു.